ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പുവരെ ഈ ആൾക്കുരങ്ങുവർഗം വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും താരതമ്യേന സുഖകരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഗോതമ്പ് കൃഷി ചെയ്യുന്നതിനായി അവർ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഏതാനും സഹസ്രാബ്ദങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മനുഷ്യർ സൂര്യോദയം മുതൽ അസ്തമയം വരെ ഗോതമ്പ് ചെടികളെ പരിപാലിക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാത്ത അവസ്ഥയിലായി. അതൊട്ടും എളുപ്പമായിരുന്നില്ല. ഗോതമ്പ് അവരിൽ നിന്ന് ഒരുപാട് ആവശ്യപ്പെട്ടു. ഗോതമ്പിന് കല്ലുകളും ചരലുകളും ഇഷ്ടമായിരുന്നില്ല. അതിനാൽ മനുഷ്യൻ വയലുകൾ വൃത്തിയാക്കാൻ നടുവൊടിഞ്ഞ് പണിയെടുക്കേണ്ടി വന്നു. ഗോതമ്പിന് അതിന്റെ സ്ഥലം, വെള്ളം, പോഷകങ്ങൾ എന്നിവ മറ്റ് സസ്യങ്ങളുമായി പങ്കിടാൻ ഇഷ്ടമായിരുന്നില്ല. അതിനാൽ പുരുഷന്മാരും സ്ത്രീകളും പൊള്ളുന്ന വെയിലത്ത് കള പറിക്കാൻ നീണ്ട പകൽ സമയം അധ്വാനിച്ചു. ഗോതമ്പിന് രോഗങ്ങൾ വന്നിരുന്നു. അതിനാൽ പുഴുക്കളെയും രോഗബാധയും ശ്രദ്ധിക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞു. മുയലുകളും വെട്ടുക്കിളികളും ഗോതമ്പിനെ ആക്രമിച്ചപ്പോൾ കർഷകർ വേലികൾ കെട്ടുകയും വയലുകൾക്ക് കാവൽ നിൽക്കുകയും ചെയ്തു. ഗോതമ്പിന് ദാഹിച്ചിരുന്നു. അതിനാൽ മനുഷ്യർ ജലസേചന കനാലുകൾ കുഴിക്കുകയോ കിണറ്റിൽ നിന്ന് ഭാരമേറിയ ബക്കറ്റുകൾ ചുമന്നുകൊണ്ടുവരികയോ ചെയ്തു. ഗോതമ്പ് വളരുന്ന മണ്ണിന് വളം നൽകാൻ, മൃഗങ്ങളുടെ വിസർജ്യം ശേഖരിക്കാൻ പോലും ഗോതമ്പിന്റെ വിശപ്പ് മനുഷ്യനെ പ്രേരിപ്പിച്ചു. ഹോമോസേപ്പിയൻസിന്റെ ശരീരം ഇത്തരം ജോലികൾക്കായി പരിണമിച്ചതല്ല. ആപ്പിൾ മരങ്ങളിൽ കയറാനും ഗസൽസ് ഓടിക്കാനും രൂപകൽപ്പന ചെയ്തതായിരുന്നു അത്. കല്ലുകൾ നീക്കം ചെയ്യാനും വെള്ളം ചുമക്കാനുമുള്ളതല്ല. മനുഷ്യന്റെ നട്ടെല്ലുകൾ, മുട്ടുകൾ, കഴുത്തുകൾ, പാദങ്ങൾ എന്നിവ ഇതിന് വലിയ വില നൽകേണ്ടി വന്നു. കൃഷിയിലേക്കുള്ള മാറ്റം സ്ലിപ്പ് ഡിസ്ക്, ആർത്രൈറ്റിസ്, ഹെർണിയ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമായതായി പുരാതന അസ്ഥികൂടങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, പുതിയ കൃഷിപ്പണികൾ വളരെയധികം സമയം ആവശ്യപ്പെട്ടതുകൊണ്ട് ആളുകൾ അവരുടെ ഗോതമ്പ് വയലുകൾക്കടുത്തായി സ്ഥിരതാമസമാക്കാൻ നിർബന്ധിതരായി. ഇത് അവരുടെ ജീവിതരീതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. നമ്മൾ ഗോതമ്പിനെ മെരുക്കിയതല്ല, അത് നമ്മളെയാണ് മെരുക്കിയത്. മെരുക്കുക, ഡൊമസ്റ്റിക്കേറ്റ് എന്ന വാക്ക് ലാറ്റിൻ വാക്കായ ഡോമസിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം വീട് എന്നാണ്. ആരാണ് വീട്ടിൽ താമസിക്കുന്നത്? ഗോതമ്പല്ല, സാപ്പിയൻസാണ്. ഒരു മികച്ച ജീവിതം ഉപേക്ഷിച്ച് കൂടുതൽ ദുരിതപൂർണമായ ഒരു ജീവിതത്തിലേക്ക് മാറാൻ ഗോതമ്പ് ഹോമോസാപ്പിയൻസിനെ എങ്ങനെയാണ് പ്രേരിപ്പിച്ചത്? പകരമായി അത് എന്ത് വാഗ്ദാനം ചെയ്തു? അത് മെച്ചപ്പെട്ടൊരു ഭക്ഷണം വാഗ്ദാനം ചെയ്തില്ല. ഓർക്കുക, മനുഷ്യർ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളിൽ വളരുന്ന മിശ്രഭോജികളായ കുരങ്ങുകളാണ്. കാർഷിക വിപ്ലവത്തിനു മുമ്പ് മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു ധാന്യങ്ങൾ. ധാന്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണത്തിൽ ധാതുക്കളും വിറ്റാമിനുകളും കുറവാണ്, ദഹിപ്പിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല, ഇത് പല്ലുകൾക്കും മോണകൾക്കും ഒട്ടും നല്ലതല്ല. ഗോതമ്പ് ആളുകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകിയില്ല.